നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കണക്റ്റഡ് ലോഡ്, മാക്സിമം ഡിമാൻഡ്, അതുപോലെ കോൺട്രാക്ട് ഡിമാൻഡ്, ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന ടേംസ് ഒക്കെയാണ്. അപ്പോൾ കണക്റ്റഡ് ലോഡ് എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. കണക്റ്റഡ് ലോഡ് പറഞ്ഞാൽ ഒരു വീട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സിന്റെയും ടോട്ടൽ ലോഡ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉള്ള ഫാന്, ലൈറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന്റെയും സമ്മേഷൻ, ടോട്ടൽ റേറ്റിംഗ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മായിട്ടുള്ള അവസാനത്തുള്ള കംപ്ലീറ്റ് റേറ്റിംഗ് ആണ് കണക്റ്റഡ് ലോഡ്. അത് ഈ ഇൻഡസ്ട്രീസിലാണെങ്കിൽ അതിലുള്ള ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ മോട്ടർ, എല്ലാ മെഷീനറീസിൻ്റെയും ടോട്ടൽ എത്ര KW റേറ്റിംഗ് ഉണ്ട്, അതാണ് കണക്റ്റഡ് ലോഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഒരു വീട്ടിൽ ഒരു എക്സാമ്പിളാണ്, ഒരു വീട്ടിൽ ഇത്രയും ലോഡ് ഉണ്ട് വിചാരിക്കുക. 5 ഫാൻ ഉണ്ട്, 10 LED, ഒരു ഫ്രിഡ്ജ്, 2 AC, ഒരു മോട്ടർ, ഒരു ഹീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലോഡ് ഫാനിന് 60 ആണ്. അപ്പോൾ 5 × 60 300 വാട്ട്സ്, 9 വാട്ട്സിൻ്റെ LED 10 90 വാട്ട്സ്, 200 വാട്ട്സിൻ്റെ ഫ്രിഡ്ജ് വരണം 200 വാട്ട്സ്, 1500 വാട്ട്സിൻ്റെ AC 2 3000 വാട്ട്സ്, 746 വാട്ട്സിൻ്റെ മോട്ടർ 746 വാട്ട്സ്, ഈ 2000 വാട്ട്സിൻ്റെ ഹീറ്റർ 2000 വാട്ട്സ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സമ്മേഷൻ, ഇത് യൂസിങ് ആണോ യൂസിങ് അല്ല എന്നൊന്നും ഇതിൽ വിഷയമല്ല. ഇതിൽ കണക്റ്റഡ് ആയിട്ട്, അതായത് വയേർഡ് ആയിട്ടുള്ള ലോഡ്, പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്താണെങ്കിലും അത് വയേർഡ് ലോഡ് തന്നെ കണക്കാക്കും. വയേർഡ് ആയിട്ടുള്ള ലോഡ്സ് ഇത്രയും ഉണ്ട്. വയേർഡ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ലോഡുകളും, പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡുകളും, അതെല്ലാം കൂടി ചേർത്തുള്ള ടോട്ടൽ സമ്മേഷനാണ് ഇരിക്കുന്നത് 6336 വാട്ട്സ്. ഇതാണ് കണക്റ്റഡ് ലോഡ്. ഇതിനാണ് കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ എല്ലാം അറ്റ് എ ടൈം യൂസിങ് അല്ല, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യണത് എന്നാണ് നമ്മൾ ആക്ച്വലി മാക്സിമം ഡിമാൻഡിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എത്ര ലോഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതായത് അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഇതിലിപ്പോൾ മോട്ടറും ഹീറ്ററും യൂസ് ചെയ്യുന്നില്ല, AC-യും ഈ ഫസ്റ്റ് ഇത് ഇത്രയും 1 2 3 4 ഐറ്റംസ്, ഈ 4 ഐറ്റംസ് ഈ മോട്ടർ, ഹീറ്റർ യൂസ് ചെയ്യുന്നില്ല. അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഇത്രയും യൂസ് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഈ വീട്ടിലുള്ളവർക്ക് ഇത് ഇത്രയും യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എപ്പോഴെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ. അപ്പോൾ അതാണ് MD ആയിട്ട് വരിക, മാക്സിമം ഡിമാൻഡ്. അതായത് അവർക്ക് അത് എപ്പോഴും വേണമെങ്കിൽ ആവാം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവർക്ക് ഈ 5 ഫാനും 10 LED-യും ഒരു ഫ്രിഡ്ജും 2 AC-യും ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് മാക്സിമം ഡിമാൻഡായിട്ട് കണക്കാക്കാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ഡിസൈനും ചെയ്യുക. ഇതാണ് മാക്സിമം ഡിമാൻഡ് വരിക. അപ്പോൾ MD പറയുന്നത് ഈ 300 വാട്ട്സ് പ്ലസ് 90 പ്ലസ് 200 പ്ലസ് 3000 3590 വാട്ട്സ്. ഈ 3590 വാട്ട്സ് ആണ് മാക്സിമം ഡിമാൻഡ് MD. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പാനൽ ബോർഡ്, അതുപോലെ പാനൽ ബോർഡ് ആണെങ്കിൽ പാനൽ ബോർഡ്, DB, MCB, സ്വിച്ചസ്, ആ എല്ലാ റേറ്റിംഗ്സും ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് കേബിൾ സൈസ്, സ്വിച്ചിങ് റേറ്റിംഗ്, ഫ്യൂസ് റേറ്റിംഗ്സ് എല്ലാം മാക്സിമം ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതാണ് മാക്സിമം ഡിമാൻഡ് കണക്റ്റഡ് ലോഡ്. ആക്ച്വലി മാക്സിമം ഡിമാൻഡ് ഇലക്ട്രിസിറ്റി ബോർഡുകാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പോൾ KSEB മീറ്റർ ഫിക്സ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അത് പറയുമ്പോൾ ഒരു വിൻഡോ പീരീഡ് വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഏകദേശം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വിൻഡോ ഡ്യൂറേഷൻ എടുക്കും. 15 മിനിറ്റ് 30 മിനിറ്റ് വിൻഡോ ഡ്യൂറേഷൻ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് പവർ എടുത്തിട്ട് അങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ. അതായത് ഒരു 15 മിനിറ്റ് ഡ്യൂറേഷനിൽ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു 15 മിനിറ്റ് ഡ്യൂറേഷനിൽ എത്ര എനർജി യൂസ് ചെയ്ത് നോക്കും. 15 മിനിറ്റ് ഡ്യൂറേഷനിൽ എത്ര എനർജി യൂസ് ചെയ്ത് നോക്കും, അത് ഡിവൈഡഡ് ബൈ ആ 15 മിനിറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക പറഞ്ഞാൽ kWh ഡിവൈഡഡ് ബൈ അവർ. അപ്പോൾ ഈ ഒരു ചെറിയ വിൻഡോ ഉണ്ടല്ലോ, 15 മിനിറ്റിൻ്റെ ഒരു വിൻഡോ, ആ വിൻഡോ ടൈം പീരീഡിലുള്ള ആവറേജ് പവർ കിട്ടും. അങ്ങനെ കുറേ വിൻഡോസ് ഉണ്ടാവും. അത് ചിലപ്പോൾ സ്ലൈഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ട് അങ്ങനെ കുറേ വിൻഡോസ് ഉണ്ടാവും. ആ വിൻഡോസിൻ്റെ ആവറേജ് പവർ നോക്കിയിട്ട് അതിൽ ഏതാണ് ഏറ്റവും ഹയസ്റ്റ് വരുന്നത് അതിനെ റെക്കോർഡ് ചെയ്തിട്ടാണ് ആക്ച്വലി മീറ്ററിൽ ഇലക്ട്രിസിറ്റി ബോർഡുകാർ മാക്സിമം ഡിമാൻഡ് മെഷർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഡിസൈനിങ് പർപ്പസിന് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള വാല്യൂ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ പാനൽ ബോർഡ് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ കേബിൾ സൈസോ ഫ്യൂസ് റേറ്റിംഗ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ തന്നെയാണ് നമ്മൾ എടുക്കുക. ഒരു ഇൻസ്റ്റന്റിൽ പീക്ക് എത്ര വരും,
മാക്സിമം ലോഡ് എത്ര വരും നോക്കുക. അതാണ് ഈ മാക്സിമം ഡിമാൻഡ്. കണക്റ്റഡ് ലോഡ്, ടോട്ടൽ ലോഡ്. ഇനി ഇതിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ അല്ല, കോൺട്രാക്ട് ഡിമാൻഡ് പറയാം. കോൺട്രാക്ട് ഡിമാൻഡ് പറയുന്നത് നമ്മൾ സപ്ലൈ എടുക്കുമ്പോൾ ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. ആ അഗ്രിമെൻറ്റിൽ നമ്മൾ ഇത്രയും മാക്സിമം ഡിമാൻഡ് ബില്ലിംഗ് പീരീഡ്, അതായത് ഒരു 2 മാസത്തിൻ്റെ ഡ്യൂറേഷനിൽ ബില്ല് വരുന്ന ടൈമിൽ നമ്മൾ ആ ഒരു ടൈം പീരീഡിൽ ഇത്ര ഡിമാൻഡ് മാക്സിമം യൂസ് ചെയ്യുള്ളൂ എന്നാണ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഈ വീട്ടുകാർക്ക് മാക്സിമം ഡിമാൻഡ് 3590 വാട്ട്സ് കിട്ടും. അപ്പോൾ അവർക്ക് ഈ കോൺട്രാക്ട് ഡിമാൻഡ് ഏകദേശം ഈ റേഞ്ചിന് എബവ് വരണം. ഇതിലിപ്പോൾ 2 kW കോൺട്രാക്ട് ഡിമാൻഡ് എടുത്തിട്ട് ഇത് ഇത്ര യൂസ് ചെയ്തു പറഞ്ഞാൽ അത് അവർക്ക് ഫൈൻ വരും. അതിന് പകരം 2 kW പകരം കുറച്ച് ഹയർ ആയിട്ട്, ഇതിന് ഹയർ ആയിട്ട് ഇതിപ്പോൾ ഒരു 4 kW കോൺട്രാക്ട് ഡിമാൻഡ് എടുത്താൽ അവർ കുഴപ്പമില്ല. 4 kW കോൺട്രാക്ട് ഡിമാൻഡ് എടുത്തിട്ട് മാക്സിമം ഡിമാൻഡ് 3590 വാട്ട്സ് ആണെങ്കിൽ അതിന് അണ്ടറിലാണ്. അപ്പോൾ അവർക്ക് വേറെ ഫൈന് മറ്റു കാര്യങ്ങൾ വരില്ല. അതാണ് കോൺട്രാക്ട് ഡിമാൻഡ്, മാക്സിമം ഡിമാൻഡ്, കണക്റ്റഡ് ലോഡ്. ഇത് കഴിഞ്ഞ് ഇനി ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, മാക്സിമം ഡിമാൻഡ് നോക്കി കണക്റ്റഡ് ലോഡ്, ഡൈവേഴ്സിറ്റി ഫാക്ടർ നോക്കണം. ഡൈവേഴ്സിറ്റി ഫാക്ടർ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാനൽ ബോർഡ് ഇങ്ങനെയാണ് വിചാരിക്കുക. ഇൻകമർ ഉണ്ട്, 4 ഔട്ട് ഉണ്ട്. ഇതിൽ ഓരോ ഔട്ടിനും 10 kW MD ഉണ്ട്. ഓരോ സെപ്പറേറ്റ് ഔട്ടിനും 10 kW MD ഉണ്ട്. അതായത് ഈ ഫീഡിങ് പോയിന്റ്, ഈ ഔട്ട് ഗോയിങ് പോയിന്റിൽ 10 kW ആണ് എല്ലാത്തിനും. പക്ഷെ ഇവിടെ 20 kW ഉണ്ട്. എന്താ കാരണം വരാൻ കാരണം എന്താ പറഞ്ഞാൽ, ഇതിൽ 2 സ്വിച്ച് അറ്റ് എ ടൈം ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. 4 സ്വിച്ചിൽ 2 സ്വിച്ച് ഓൺ ചെയ്യുള്ളൂ. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. 4 സ്വിച്ചിൽ 2 സ്വിച്ച് ഓൺ ചെയ്യില്ല, 2 സ്വിച്ച് ഓഫിലായിരിക്കും. അപ്പോൾ അറ്റ് എ ടൈം ഇവിടേക്ക് 20 kW ഫീഡ് ആവുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞാൽ ടോട്ടൽ MD ആണ്. ഈ ഇൻകമർ പോയിന്റിൽ വരുന്നതാണ് ടോട്ടൽ MD. ഇത് സം ഓഫ് ഇൻഡിവിജ്വൽ ഫീഡിംഗ് പോയിന്റിന്റെ MDs ആണ്. ഇതിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ നോക്കുകയാണെങ്കിൽ, ഡൈവേഴ്സിറ്റി ഫാക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ MDs, സം ഓഫ് ഇൻഡിവിജ്വൽ MDs ബൈ ടോട്ടൽ MD. അപ്പോൾ ഇതിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ എത്ര വരും പറഞ്ഞാൽ, ഇൻഡിവിജ്വൽ MDയുടെ സംഭവം 10 + 10 + 10 + 10 40 ബൈ ടോട്ടൽ MD 20, 2 വരും ഡൈവേഴ്സിറ്റി ഫാക്ടർ. ഡൈവേഴ്സിറ്റി ഫാക്ടർ 2 ആണ് ഇതിൽ ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായി എടുത്തതിൻ്റെ വരാം. ഇങ്ങനെയാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഹയർ ആവും തോറും ഇൻകമറിൻ്റെ മാക്സിമം ഡിമാൻഡ് കുറയും. അതുകൊണ്ട് ഇൻകമറിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഹയർ ആവുന്നതാണ് കുറച്ചുകൂടി ബെനിഫിഷ്യൽ. ഇതിപ്പോൾ ഇവിടെ 20 kW ആണ് MD വന്നതുകൊണ്ട് സൈസ് റെഡ്യൂസ് ആവുമല്ലോ, സ്വിച്ചിൻ്റെ സൈസ് റെഡ്യൂസ് ആവും. 40 kW ഇതിപ്പോൾ 40/40 ആണ് പറഞ്ഞാൽ 1 ഡൈവേഴ്സിറ്റി ഫാക്ടറിൽ ഇവിടെ 40 തന്നെ വരും. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ സൈസും റേറ്റിംഗ് ഒക്കെ വലുതാക്കേണ്ടി വരും. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഹയർ ആവുന്നതാണ് ബെറ്റർ. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര ടോപ്പിക്സേ ഉള്ളൂ.